ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു തിരുവല്ലയിലുള്ള ഒരു SNDPയുടെ ഒരു മുത്തൂർ SNDPയുടെ മുന്നിൽ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ശ്രീരാജ് അതുവഴി വന്ന ഒരു പെന്തക്കോസ്റ്റ് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പാസ്റ്ററുടെ പയ്യൻ അവനോട് ചോദിച്ചു, എന്താണ് ശ്രീനാരായണ ഗുരുവിന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്, വീട്ടിൽ പോയിക്കൂടെ എന്ന്. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടില്ലല്ലോ വിഗ്രഹാരാധന ചെയ്യാൻ, പിന്നെ എന്തിനാണാ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഇതാണ് ഒരു പെന്തക്കോസ്റ്റുകാരൻ ഒരു ഈഴവ പയ്യനോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ ഗുരുവിന്റെ വിഗ്രഹത്തിന് മുന്നിൽ വന്നു നിന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു. അതായത് ഒരു കണ്ണാടിയിൽ നോക്കിയാൽ കാണുന്നത് എന്തോ അതാണ് ദൈവം എന്ന് പറഞ്ഞ ആളെ കണ്ണാടിയിലാക്കിയ ആളുകാരാണ് ഇവര്. അപ്പൊ അവിടെ വന്ന് ചോദിച്ച ആളാണ് ഈ ചോദിച്ചത്, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, ശരിയല്ലല്ലോ എന്ന്. നിയമം ഉടനെ എന്ത് വരാണ് റിപ്പോർട്ട് ചെയ്തു. SNDP നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്തു. തിരുവല്ല, കോട്ടയം ജില്ല, അല്ല പത്തനംതിട്ട ജില്ല. അവരെ ഈ പെന്തക്കോസ്റ്റ് പയ്യനെ, പെന്തക്കോസ്റ്റ് പയ്യൻ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ, അവൻ ന്യൂനപക്ഷമായിരിക്കും അവിടെ, ആളെയും തരമൊക്കെ നോക്കി ആളുകളെ വിളിക്കത്തുള്ളൂ, അങ്ങനെ ഒരു ഇതുണ്ട്. അവനെ വിളിച്ചു വരുത്തിയിട്ട് മാപ്പ് പറയുകയാണ്. ഞാൻ ഇനി ഗുരുദേവനെ ഒന്നും പറയില്ല, ഗുരുദേവൻ അതാണ്, മാടയാണ്, കോടയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ മാപ്പ് പറയുകയാണ്. ഗുരുദേവന്റെ ആദർശത്തെയോ നീ പറയണം, നീ എന്നെ മിണ്ടാതെ. ഗുരുദേവന് 3 പ്രാവശ്യം പറയണം നീ. എന്റെ ഗുരുദേവന്റെ നാമത്തിൽ നീ പറ, എന്റെ ഗുരുദേവന്റെ നാമത്തിൽ എന്റെ ഗുരുദേവന്റെ നാമത്തിൽ ഗുരുദേവന്റെ ആദർശത്തെയോ ഇനി മേലെ ഈ ഗുരുദേവന്റെ നാമത്തിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും SNDPകളിലും ഞാനോ എന്റെ കുടുംബമോ ഇനി ഗുരുദേവനെ ആദർശത്തെയോ ഞാൻ കുറ്റം പറയത്തില്ല, ഞാൻ ക്ഷമ ചോദിക്കുന്നു. 3 പ്രാവശ്യം ഞാൻ ഗുരുദേവ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്നൂടെ പറ. നോക്കി പറ. തുരുമ്പിലും നേരിടുമില്ല. ഉണ്ടുണ്ട്. കേരളത്തിൽ